എഴുത്തിന്റെ പെരുന്തച്ഛന് വിട നൽകാൻ ഒരുങ്ങുകയാണ് സാംസ്കാരിക കേരളം. ടി വാസുദേവൻ നായർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കോഴിക്കോട് കൊട്ടാരം റോഡിലെ സിത്താരയിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അലി അക്ബർ ഷാ ഇവിടെയുണ്ട്. അലി അക്ബർ ഷാ, ഇനിയിപ്പോൾ 3 മണിക്കൂർ തികച്ചില്ല, 4 മണി വരെ മാത്രമായിരിക്കും അവിടെ എത്തി ആളുകൾക്ക് ടി അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരമുണ്ടാവുക എന്ന് കുടുംബം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. സംസ്കാര ചടങ്ങുകളുടെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? സുജയ, വലിയ ആൾക്കൂട്ടം ഇപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ ഒരു പൊതുദർശനം ഇല്ലായിരിക്കും എന്നുള്ള പ്രഖ്യാപനം ആദ്യം തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അറിയിപ്പ് ആദ്യം തന്നെ ഉണ്ടായിരുന്നിട്ട് കൂടി ഒരു വലിയ ജനക്കൂട്ടം ഒഴുകിയെത്തുകയാണ്. അത് വിവിധ മേഖലകളിലെ തലമുതിർന്ന ആളുകൾ ഉൾപ്പെടെ, സാധാരണക്കാരായ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്നേഹിക്കുന്ന, വാക്കുകൾ ശ്രവിക്കുന്ന സാധാരണക്കാരുൾപ്പെടെ നിരവധി ആളുകൾ പ്രദേശത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യനന്ദിക്കാടും നടൻ സിദ്ദീഖും ഉൾപ്പെടെ, ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ ഈ പ്രദേശത്തേക്ക്, ഈ സിത്താരയിലേക്ക് എത്തി അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കണ്ട് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വലിയ വൈകാരിക നിമിഷങ്ങളായിരുന്നു ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, ടിയോടൊപ്പം അക്ഷരങ്ങളിൽ സഞ്ചരിച്ച നിരവധിയായ എഴുത്തുകാർ, അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങൾ വായിച്ച് വായനയെ സ്നേഹിച്ച നിരവധിയായ സാധാരണക്കാരായ മനുഷ്യർ, അങ്ങനെ നിരവധി പേരുടെ അതിവൈകാരിക നിമിഷങ്ങളിലൂടെയായിരുന്നു സിത്താര രാവിലെ മുതൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വലിയ ജനത്തിരക്ക് ഇവിടെ ഈ കൊട്ടാരം റോഡിൽ അനുഭവപ്പെടുകയാണ്. വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം സമീപത്തെ കടകൾക്ക് മുന്നിലെല്ലാം തന്നെ തടിച്ചുകൂടിയിരിക്കുകയാണ്. അവരുടെ എല്ലാം വായനയുടെ തലങ്ങളെ സ്പർശിച്ച, ഏതെങ്കിലും തലങ്ങളെ സ്പർശിച്ച ഒരു എഴുത്തുകാരൻ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ ഒരു എഴുത്തുകാരൻ, അതായിരുന്നു ടി. അദ്ദേഹം എഴുതി വെച്ചു പോയ വാക്കുകൾ, അല്ലെങ്കിൽ അദ്ദേഹം എടുത്തു വെച്ചു പോയ സിനിമകൾ, അദ്ദേഹം കൈമുദ്ര പതിപ്പിച്ച ഏതേത് മേഖലകൾ, അല്ലെങ്കിൽ എഴുത്തിൻ്റെ സമസ്ത മേഖലകളിലും എന്ന് തന്നെ പറയാൻ കഴിയും, അവിടെയെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് ടി വാസുദേവൻ നായർ യാത്രയാകുന്നത്. അദ്ദേഹം എടുത്തു വെച്ച സിനിമകളും അദ്ദേഹം എഴുതി വെച്ച വാക്കുകളും എല്ലാം കാലാതീതമായി നിലനിൽക്കുമെന്നത് ഉറപ്പു തന്നെയാണ്. പക്ഷേ അദ്ദേഹം ആഗ്രഹിച്ചിട്ട് എഴുതാൻ കഴിയാതെ പോയ, ആഗ്രഹിച്ചിട്ട് നടത്താൻ കഴിയാതെ പോയ യാത്രകൾ, അദ്ദേഹം ബാക്കി വെച്ചു പോയ സിനിമകൾ, അതൊന്നും മറ്റൊരാളാൽ പൂർത്തിയാക്കാൻ കഴിയില്ല എന്നതും സംശയം ഏതുമില്ലാതെ അദ്ദേഹത്തെ അറിയുന്നവർക്ക്, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് പറഞ്ഞു വെക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്തായാലും വലിയൊരു ജനക്കൂട്ടം ഇപ്പോഴും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവസാനമായ ഒരു നോക്ക് കാണാനാണ്. ഇനിയില്ല തങ്ങളുടെ പ്രിയപ്പെട്ട ടി. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ സിത്താരിൽ എത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖം ഒരു നോക്ക് കണ്ട് മടങ്ങുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി അതിവൈകാരികമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഈ പ്രദേശത്ത് തടിച്ചുകൂടിയിരിക്കുന്ന മനുഷ്യരെല്ലാവരും തന്നെ. ഇനി സംസ്കാര ചടങ്ങിലേക്ക് കടക്കുമ്പോഴും സ്വാഭാവികമായും അവിടെ വലിയ ഒരു ജനക്കൂട്ടത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക, സിനിമാ മേഖലകളിൽ നിന്നുള്ള നിരവധിയായ ആളുകൾ ഈ സമയത്തും ഈ കത്തുന്ന വെയിലത്തും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വരിയിൽ നിന്നും ഏറ്റവും പിന്നിൽ നിന്നും ക്ഷമയോടെ കാത്തുനിന്ന് ടിയെ കാണാനായി സിത്താരയിലേക്ക് ഇപ്പോഴും ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ എല്ലാ വൈകാരിക തലങ്ങളെയും തൊട്ടുപോയ 7 പതിറ്റാണ്ടുകളാണ് ടി വാസുദേവൻ നായർ എന്ന അതുല്യ പ്രതിഭ ജീവിച്ച് തീർത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണമെന്ന് പറയുന്നത് ഒരു വാക്കാൽ പറയുമ്പോഴും അത് മാനസികമായി അംഗീകരിക്കുക, ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഈ സാധാരണക്കാരായ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഇവിടെ തടിച്ചുകൂടിയ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹം എഴുതി വച്ച വാക്കുകളിലൂടെ അദ്ദേഹം ജീവിച്ചിരിക്കും, അദ്ദേഹം എടുത്തു വച്ച സിനിമകളിലൂടെ അദ്ദേഹം ഇനിയും ജീവിക്കും എന്ന് ആവർത്തിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ വായനക്കാരും, അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ട് സിനിമയെ സ്നേഹിച്ച മനുഷ്യരും എല്ലാം തന്നെ തൊട്ടുപോയ എല്ലാ ഇടങ്ങളിലും. സിനിമയിലെങ്കിൽ ആ സിനിമ ക്ലാസിക്കാക്കി മാറ്റുക, എഴുത്തിലെങ്കിൽ ആ എഴുത്ത് ഒരു സാഹിത്യകാരന് നേടാൻ കഴിയുന്ന നേട്ടത്തിൻ്റെ പരമോന്നത നേട്ടത്തിലേക്ക് എത്തിക്കാൻ കഴിയുക, അത്തരത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ ചരിത്രമുള്ള ഒരു അതുല്യ പ്രതിഭ തന്നെയായിരുന്നു ടി വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ ഈ ക്യാമ്പസുകളിൽ പ്രണയം തുളുമ്പി നിൽക്കുന്ന കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ യുവാക്കൾക്കിടയിൽ തരംഗമായിരുന്നു. ഇനി വിരഹത്തിൻ്റെ വേദന അനുഭവിക്കുന്ന നിമിഷങ്ങളിലും അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, അദ്ദേഹം എഴുതി വെച്ച വാക്കുകൾ അത് അവിടെ തരംഗമായിരുന്നു. ഇത്തരത്തിൽ മഞ്ഞെല്ലാം ഒരു ക്ലാസിക് എന്ന നിലയിൽ നമ്മൾ ഇപ്പോഴും കൊണ്ടാടുന്ന ഇൻസ്റ്റഗ്രാം കാലഘട്ടത്തിൽ പോലും അതിൻ്റെ ഒരു മൂല്യം ചോർന്നു പോകാതെ ആഘോഷിക്കപ്പെടുന്ന വരികൾ എഴുതി വെച്ചൊരു മനുഷ്യൻ. ഈ 7 പതിറ്റാണ്ടുകൾക്ക് മുൻപ് അദ്ദേഹം എഴുതി വെച്ച വരികളും ഈ കാലാതീതമായി ഇന്നും ആഘോഷിക്കപ്പെടുന്നു എന്ന് പറയും.